പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോഴും സ്റ്റേജിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആദരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. അതിലൊരാൾ ഓൾറെഡി നമ്മുടെ സ്റ്റേജിലെത്തി. നമ്മുടെ ടിനിമോൾ ഇപ്പോൾ സ്റ്റേജിലേക്ക് വരുന്നതായിരിക്കും. നമുക്ക് ദൈവം വീണ്ടും അനുവദിച്ചു തന്ന സമയത്തിൻ്റെ സന്ധ്യയുടെ യാമം ഒന്നാം യാമത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ബഹുമാനമുള്ള ചെയർമാൻ, കോർഡിനേറ്റർ എല്ലാവരും നമ്മുടെ മധ്യേ എത്തിയിട്ടുണ്ട്. മറ്റ് ക്ഷണിക്കപ്പെട്ടതായ വന്നിട്ടുള്ള എല്ലാവർക്കുമുള്ള സ്നേഹനന്ദിയെ ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. ഒപ്പം ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ സൂചിപ്പിച്ചതിന് ശേഷം ഞാൻ കർത്തവ്യത്തിലേക്ക് നടക്കാം. ഞാൻ സമയം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും CDC എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മൂല്യത എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രസ്ഥാനം CDC ഇവിടെ ചെങ്ങന്നൂർ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അറിവ് എൻ്റെ ഒരു സ്നേഹിതൻ മുഖാന്തരമാണ് ഞാൻ അറിഞ്ഞത്. അതിൽ കേട്ടപ്പോൾ തന്നെ ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കുകയും ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് പ്രകാരം അവിടെ വെച്ച് അന്ന് തിരഞ്ഞെടുപ്പും മെമ്പർഷിപ്പ് പുതുക്കലുമൊക്കെ ആയിരുന്നു. അതിൻ്റെ പ്രകാരം ഞാൻ അതിൽ മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും അതിൽ പ്രവർത്തിച്ചു പോരുകയും ചെയ്തു. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ വളരെ ആത്മാർത്ഥമായി ഈ പ്രസ്ഥാനത്തോട് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതിൽ പ്രവർത്തിക്കുകയാണ്. ഇതിൽ വന്നപ്പോഴാണ് നമുക്ക് ദളിത് ക്രൈസ്തവരായിട്ടുള്ളവരുടെ സാമ്പത്തികവും സാമൂഹികവുമായി അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ മനസ്സിലാക്കുവാൻ കഴിയും. അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ നമുക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കാം, നമ്മുടെ തലമുറകൾക്ക് ലഭിക്കേണ്ട ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ വളരെ വിപുലമാക്കി കളഞ്ഞിരിക്കുന്നൊരു CDC ഗ്രൂപ്പ് മുതൽക്കൂട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും സാറ് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുവാനായിട്ട് കാണിച്ച വലിയ മനസ്സിനും ഇന്ന് ആദരിക്കപ്പെടേണ്ട ഒരു മനുഷ്യനും കൂടിയാണ്. തീർച്ചയായിട്ടും കൺവീനറെ ഞാൻ CDCയുടെ പേരിലും എല്ലാവരുടെ പേരിലുമായ ഹാർദവുമായ സ്വാഗതം ഈ സമയം അരുളുന്നു. മാന്യ വ്യക്തികളെ, പ്രിയ സ്നേഹിതരെ, ഞാൻ വളരെ കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ ക്ഷണിച്ചതനുസരിച്ചൊരു 100-135 പേരെങ്കിലും ഇന്നത്തെ നമ്മുടെ യോഗത്തിലൂടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയും പേരെ വന്നുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അടുത്തൊക്കെ ഏതോ മീറ്റിങ്ങുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു, അതിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് അവരെയൊക്കെ കാത്തിരിക്കാം. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു കൂട്ടാൻ ഉദ്ദേശിച്ചതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ 2 മാന്യ വ്യക്തികൾക്ക് അനുമോദനാർത്ഥം വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഉന്നതമായ സ്ഥലങ്ങളിൽ പോയി നല്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിട്ടുള്ള വിജയങ്ങൾ കരസ്ഥമാക്കി കൊണ്ടുവന്നു. അതായത് ഒന്നാമത് നമ്മുടെ MS ജോൺ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹമാണ് നമ്മുടെ ജില്ലാ കൺവീനർ. അദ്ദേഹം ബിഷപ്പൂർ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ചുമ്മാതെ വീട്ടിൽ പോയി കുത്തിയിരിക്കാൻ ഉദ്ദേശിച്ചില്ല. വീണ്ടും പിള്ളേരെ പോലെ തന്നെ ഓടിച്ചാടി കളിച്ച് നടക്കണമെന്നുള്ള ആ ഒരു വ്യഗ്രതയോടുകൂടി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങി. അത്ലറ്റിക് മീറ്റിൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് എന്ന് പറഞ്ഞാൽ തൈക്കളവന്മാരുടെ അത്ലറ്റിക് മീറ്റാണ്.
അപ്പം നമുക്കറിയാലോ 56 വയസ്സിലാണല്ലോ നമ്മളെല്ലാവരും പെൻഷനാകുന്നത് സർക്കാരിൽ നിന്ന്. അദ്ദേഹം 56 വയസ്സായി കഴിഞ്ഞപ്പോൾ പെൻഷനായി കഴിഞ്ഞപ്പം ഓടാൻ തുടങ്ങി. ചെറിയ ഓട്ടമൊന്നുമില്ല. 800 മീറ്റർ, പിന്നെ 400 മീറ്റർ, 100 മീറ്റർ എന്ന് വേണ്ട അങ്ങനെ ഓട്ടം ചെയ്ത് കഴിഞ്ഞ 2-3-4 വർഷമായിട്ട് അങ്ങനെ ഓടി ഗോൾഡ് മെഡല്, സിൽവർ മെഡല്, ബ്രോൺസ് മെഡൽ, അങ്ങനെ പലതും നേടി. പക്ഷെ ഇതുപോലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അദ്ദേഹത്തിനെ അനുമോദിച്ചില്ല. കാരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രസ്താവന ഇവിടെ വളർത്തി തൃശ്ശൂർ കുന്നംകുളത്ത് വെച്ച് ഈ ഫെബ്രുവരി മാസം, ഈ മാസം തന്നെ ആദ്യം 1, 2, 3 തീയതികളിൽ കുന്നംകുളത്ത് വെച്ച് നടന്ന ഈ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്തു. അദ്ദേഹം വിജയിച്ചു. നേരത്തെ കിട്ടിയതുപോലുള്ള വിജയമൊന്നുമില്ല. എന്നിരുന്നാലും അദ്ദേഹം ദേശീയ തലത്തിലുള്ള ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചതായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കാര്യമായിട്ട് മാനിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ വരുമ്പം വേറെ ഒരാളിനെ കൂടെ നമുക്ക് ആദരിക്കേണ്ടതായിട്ട് വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ കൺവീനറെ പോലെ തന്നെ ജില്ലാ ചെയർമാനും അദ്ദേഹവും പിന്നെ ചെയർമാനെ അല്ല നമ്മൾ ആദരിക്കുന്നത്, ചെയർമാൻ്റെ മകള്, അതായത് മിസ് ടിനി തോമസ് എന്ന് പറയുന്ന വ്യക്തി ആണ്. അതും ചെറിയ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പിന്നെ മത്സരം എന്തുവാന്നുള്ള കാര്യത്തില്ല. സോഫ്റ്റ് ബേസ് ബോൾ എന്നാണ് പറയുന്നത്. സോഫ്റ്റ് ബേസ് ബോൾ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. സോഫ്റ്റും ഇല്ല, ഹാർഡും ഇല്ല, അങ്ങനെയുള്ള ബോളുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം സോഫ്റ്റ് ബേസ് ബോൾ എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൽ കോളേജിൽ വെച്ച് തന്നെ കേരളത്തിൽ അതായത് കേരളീയമായിട്ടുള്ള മത്സരിച്ച് വിജയിച്ചു. അന്ന് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു അതിനൊരു അനുമോദനം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ട് അത് ദേശീയ തലത്തിൽ പോയി മത്സരിച്ചു. ഇവിടെങ്ങുമല്ല, രാജസ്ഥാനിലെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മത്സരിക്കാനായിട്ട് പോയത്. അത് ഈ മാസം തന്നെ 5, 6, 7 തീയതികളിലിട്ട് 3 ദിവസങ്ങളിലാണ് ജയ്പൂരിൽ വെച്ച് ആ മത്സരം നടന്നത്. അതിലും പോയത് മത്സരിച്ചു. അതിൽ ഗോൾഡ് മെഡൽ കിട്ടി. അങ്ങനെ അത് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി. അത് അവിടെ ആ സംഭവം അറിഞ്ഞപ്പോഴേ തന്നെ ഞാൻ വിളിച്ചപ്പോൾ അത് ട്രെയിനിൽ ഇങ്ങനെ മടങ്ങി വരിക, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ വീട്ടിലങ്ങോട്ട് വന്ന് കയറിയപ്പം തന്നെ ഇതിന് അസ്വസ്ഥത തുടങ്ങി. എന്തോ യാത്രയിലുള്ള ക്ഷീണം കൊണ്ടായിട്ട് നമ്മൾ സ്ഥലം അന്വേഷിച്ചപ്പോൾ അത് ചാങ്ങമലയാണ് അതിൻ്റെ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചാങ്ങമല ഇവിടുത്തെ ഈ യൂണിറ്റ് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് ചാങ്ങമല യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. തന്നെ നിങ്ങൾക്കറിയാമല്ലോ, കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസ് എന്നാണ് ഇതിൻ്റെ പേര്. കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസ്. അപ്പോൾ ആ ഒരു സംഘടനയുടെ സംസ്ഥാന ചെയർമാനായിട്ട് ഇപ്പോഴിരിക്കുന്നത് നമ്മുടെ ഈ ചർച്ചിൻ്റെ പ്രസിഡന്റ്, CDCയുടെ ചെങ്ങന്നൂർ താലൂക്ക് ചെയർമാനായ ബഹുമാനപ്പെട്ട വൈ ജോർജ് സാർ, ഇന്ന് മുഖ്യ സന്ദേശം നൽകുവാനായി ഇവിടെ സന്നിഹിതനായ CDCയുടെ സംസ്ഥാന കോർഡിനേറ്ററും എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയായ ബഹുമാനപ്പെട്ട റവറൻഡ് വൈ ലാലുവച്ചൻ, പ്രിയമുള്ള CDCയുടെ ആലപ്പുഴ ജില്ലാ ചെയർമാൻ ശ്രീ തോമസ് ജോൺ, ജില്ലാ കൺവീനറും അതുപോലെ തന്നെ ഇന്ന് നാം ആദരിക്കുകയും ചെയ്യുന്ന ശ്രീ MS ജോൺ, ഈ വാർഡ് മെമ്പർ ശ്രീമതി സൗമ്യ റനി, നമുക്കൊക്കെ അഭിമാനമായി മാറിയിരിക്കുന്ന ടിനി തോമസ്, ഈ സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ പി പ്രദീപ്, തികച്ചും അഭിമാനത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ചും 2 വ്യക്തികളെ ആദരിക്കുവാൻ വേണ്ടിയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അവർ നേടിയിരിക്കുന്നത് ഒരു ചെറിയ കാര്യം ഒന്നുമല്ല.